ജിയോ പൊളിറ്റിക്സും അതിന്റെ നയതന്ത്രവും മാറി മറിയുന്നത് ഇപ്പോൾ നിമിഷങ്ങൾ കൊണ്ടാണ്. മുൻപ് വർഷങ്ങൾ എടുത്തിരുന്നത് ഇപ്പോൾ നിമിഷങ്ങൾക്ക് മാത്രമാണ് ആയുസ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഈ വർഷം അവസാനം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ നടന്നത് അപ്രതീക്ഷിത നീക്കങ്ങൾ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാനുമായി ഫോണിൽ സംസാരിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പെഷസ്കിയാനെ ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു. ഇതോടുകൂടി ട്രംപിന് ഈ വർഷം വരവ് നടക്കില്ല എന്ന് മാർക്ക് റൂബിയോ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ട്രംപ് വരാനൊരുങ്ങുന്നതിന് തൊട്ടു മുമ്പ്, അതായത് വരാനൊരുങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപിന്റെ തന്നെ മുഖ്യ ശത്രു വിഭാഗത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ശത്രുവിന്റെ ആ പക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മോദി നടത്തിയ മറ്റൊരു നയതന്ത്ര നീക്കം. ഇവിടെ ഈ യുദ്ധാനന്തര ഇറാനിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക, ഒപ്പം തന്നെ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സംഭാവന നൽകാൻ കഴിയുമെന്ന് ലോകം പറയുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം. ഏതായാലും ഈ പെഷസ്കിയാൻ എത്തുന്നത് ഇന്ത്യയിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നുണ്ട്. ബ്രിക്സിൽ ഇറാൻ അംഗമാണ്. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പെഷസ്കിയാൻ എത്തുന്നത്. പക്ഷെ അതുമാത്രമല്ല, ചബാർ തുറമുഖം ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ ഇറാനിൽ പണം മുടക്കാൻ ഇന്ത്യൻ കമ്പനികളും ഇന്ത്യയും ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാറി നിന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ചർച്ചയിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിരന്തരം ചർച്ച ചെയ്യുക, സമാധാനത്തിന്റെ പാതയാണ് വേണ്ടത്, ഹോർമിസ് സ്വതന്ത്രമാകുന്നതാണ് തങ്ങൾക്ക് ഇഷ്ടമെന്നും പറഞ്ഞു. ഏതായാലും ട്രംപ് ഒരുങ്ങവെ ഇപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഈ വർഷം ട്രംപിനെ പ്രതീക്ഷിച്ചിരുന്ന, ഒരുപക്ഷെ ട്രംപിന്റെ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നു. ട്രംപ് ഒരുപക്ഷെ അടുത്ത വർഷം എത്തിയേക്കാം. മിസ്റ്റർ മുസ്ലിം മലയാളം.